രാസകെമിക്കലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മരുന്നുകൾ മനുഷ്യ ശരീരത്തെ ഇല്ലാതാക്കുകയാണെന്ന് അക്യുപങ്ചർ അസോസിയേഷൻ. രാസപദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന വിനാശകരമായ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണെന്നും പ്രതിവിധികൾ എന്തെല്ലാമാണെന്നുമുള്ള ബോധവൽക്കരണത്തിനായി അസോസിയേഷൻ ഫെബ്രുവരി 8-ന് പാലക്കാട് സെമിനാർ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മരുന്നില്ലാത്ത ചികിത്സ, രോഗഭയമില്ലാത്ത ജീവിതം എന്നുള്ളതാണ് ആ ഹെൽത്ത് സെമിനാറിന് ക്യാപ്ഷൻ ഇട്ടിട്ടുള്ളത്. ഇത് സംഘടിപ്പിക്കുന്നത് പാലക്കാട് അക്യുപങ്ചർ അക്കാദമിയുടെ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വർഷം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി അവരാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. മരുന്നില്ലാത്ത ചികിത്സ എന്നുള്ള അർത്ഥത്തിൽ മരുന്നില്ലാത്ത ലോകം എന്നുള്ളത് സ്വപ്നം കാണുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിൽ മരുന്ന് കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. എന്നാൽ മരുന്ന് കഴിച്ച് മാറാരോഗങ്ങളിലേക്കും മഹാരോഗങ്ങളിലേക്കും എത്തിപ്പെടുക എന്നുള്ളൊരു സംഗതി കൂടി ഈ ഒരു ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് മരുന്നില്ലാത്ത ചികിത്സയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. മരുന്നില്ലാതെ ഒരാളുടെ അസ്വസ്ഥതകൾ, മരുന്നില്ലാതെ ഒരാളുടെ വേദന, മരുന്നില്ലാതെ ഒരാൾ അനുഭവിക്കുന്ന ക്ഷീണം, മരുന്നില്ലാതെ ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമോ എന്നുള്ള ചർച്ച പ്രസക്തമാണ്. കെമിക്കൽ ഉപയോഗത്തിൽ നിന്നെല്ലാം മോചനം നേടി മരുന്നും രോഗഭയവുമില്ലാതെ എങ്ങനെ ജീവിതം സാധ്യമാക്കാമെന്ന ബോധവൽക്കരണമാണ് സെമിനാറിന്റെ ലക്ഷ്യം. മനുഷ്യരാശിയുടെ ആരോഗ്യത്തിലും അതിജീവനത്തിലും സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വിശദീകരിക്കുകയും ചെയ്യും. പാർശ്വഫലങ്ങളില്ല എന്നതും ചെലവേറെയില്ല എന്നതുമാണ് അക്യുപങ്ചർ ചികിത്സയുടെ ഗുണം. ശാരീരിക ഘടനയെ ശക്തിപ്പെടുത്തി രോഗപ്രതിരോധം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അക്യുപങ്ചർ ചികിത്സയിലുള്ള വിശ്വാസക്കുറവില്ലാതാക്കാനും സംശയ നിവാരണത്തിനും സെമിനാർ ഉപകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്രാഞ്ച് ഡയറക്ടർ സയ്യിദ് അക്രം, അക്യുഷ്യൻസായ നിഷാദ് പാലക്കുഴി, ബാലകൃഷ്ണൻ കെ, ഷാഹിന കെ എ, ജാസ്മിൻ ബാപ്പൂട്ടി, ഷംനാസ് PS എന്നിവർ പങ്കെടുത്തു.